ബുൾഡോസർ രാജിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വലിയ പ്രസംഗങ്ങൾ നടത്താറുണ്ട്. പക്ഷേ കർണാടകയിലെ ബുൾഡോസർ രാജ് അവർ കണ്ട മട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതിൽ ആദ്യത്തെ രാഷ്ട്രീയ പ്രതികരണം നടത്തിയത്. സഖാവ് പറയുന്നത് സഖാവിന്റെ കൂടെ ഇരുന്ന് കുറച്ചു നേരം വാർത്ത കേൾക്കണം, റിയാക്ട് ചെയ്യണ്ട. ആ വാർത്ത കിട്ടുക. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടപ്പാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് കർണാടകയിൽ കണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാവപ്പെട്ടവർക്ക് കിടപ്പാടം ഒരുക്കിക്കൊടുക്കേണ്ട ഭരണാധികാരികൾ ബലം പ്രയോഗിച്ച് അവരെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇതിനെ കോൺഗ്രസ് ന്യായീകരിക്കുമെന്നാണ് പിണറായി വിജയൻ ചോദിച്ചത്. ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി വീട് പൊളിച്ച് ശിക്ഷ നടപ്പാക്കാനാകില്ല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞു. ഭരണകൂടത്തിലെ ജഡ്ജിയാകാനാകില്ല. കുറ്റം ആരോപിച്ച് ഒരാളുടെ സ്വത്ത് നശിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും നിയമം കയ്യിലെടുത്താൽ സർക്കാരും കുറ്റക്കാരാകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇങ്ങനെ സുപ്രീം കോടതി തന്നെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച ബുൾഡോസർ രാജ് ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ നടപ്പാക്കിയിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. കോൺഗ്രസ് സർക്കാരോ എന്ന് ചോദിച്ച് മൂക്കത്ത് വിരൽ വെക്കണ്ട, കോൺഗ്രസ് സർക്കാർ തന്നെ. സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിന്റെയും അതേ കോൺഗ്രസ് സർക്കാർ. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് ബംഗളൂരുവിലെ കൊഗിലു വില്ലേജിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതാണ്ട് 600ഓളം പേരുടെ വീടുകൾ കർണാടക സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്.